Okay, shall we start? Yes, sir. Yes, Good sir. morning, everyone. Morning, sir. Okay. So, in yesterday's class, what we were discussing was about modulation. Okay, generally we can call it about radio communication, and we have seen that in a radio communication system there will be a transmitter, receiver, and transmission medium. And then we have seen what is modulation. ആരാ പറഞ്ഞത് എന്താണ് മോഡുലേഷൻ എന്നുള്ളത്? വാട്ട് യു മീൻ ബൈ മോഡുലേഷൻ? ആരെങ്കിലും ഒരാളെ? It is a combination of lower frequency and higher frequency. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് Combining low frequency signal with a high frequency signal. high frequency carrier wave. Carrier wave. Modulating Then signal. we have seen what is the advantage of modulation. Okay, എന്തൊക്കെ ആർക്കാ പറഞ്ഞുതരാൻ പറ്റുക എന്തൊക്കെയാണ് മോഡുലേഷന്റെ അഡ്വാൻറ്റേജ്? Okay, we can reduce the size or length of the antenna. Then long distance transmission. long distance transmission possible ആണ്. പിന്നീട് വേറെ എന്താ ഉള്ളത്? Interference, distance, effective reducing. ഇന്റർഫറൻസ് അല്ലെങ്കിൽ നോയിസ് എഫക്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് മെനി ഫ്രീക്വൻസി സിഗ്നൽസ് ഓഫ് മെനി ഫ്രീക്വൻസി ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ എ സിംഗിൾ ചാനൽ അല്ലേ? അത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ദെൻ വി ഹാവ് സീൻ വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആരെ പറഞ്ഞത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? വാട്ട് യു മീൻ ബൈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? Without changing frequency, amplitude is changed. ഏതിന്റെ ആംപ്ലിറ്റ്യൂഡ്? അതില് നീ പറഞ്ഞു വേവിന്റെ ഏത് വേവിന്റെ അതൊക്കെ കറക്റ്റ് വേണം. കാരിയർ വേവിന്റെ ഫ്രീക്വൻസി കാരിയർ വേവിന്റെ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യും. മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഫ്രീക്വൻസി മാറ്റാണ്ട് കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റിയിട്ട് കാരിയർ വേവിന്റെ ഫ്രീക്വൻസി മാറ്റാണ്ട് കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാക്കും. എങ്ങനെ ചേഞ്ച് ഉണ്ടാക്കുക? മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനനുസരിച്ച് അല്ലേ? അവിടെ ഇത് ഇങ്ങനെ ആൻസർ പറയുമ്പോഴും ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമേ ആൻസർ പറയുന്നുള്ളൂ, ബാക്കി ഒരു വിഭാഗം ആൻസർ പറയാതിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ദെൻ വേറെ ആരാ പറഞ്ഞല്ലോ? വിഷ്ണു ഒക്കെ എങ്ങനെയാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്തത് എന്ന് പറഞ്ഞു തന്നാൽ മതി. ഓരോ സ്റ്റെപ്പ് ഓരോ ഇക്വേഷൻ ആയിട്ട് വായിക്കണ്ട. ആ പ്രോസസ്സ് എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പിൽ നിന്ന് വേറെ സ്റ്റെപ്പിലേക്ക് എങ്ങനെ ഡെറിവേഷൻ ചെയ്തു പോയെന്ന് പറഞ്ഞു തരാൻ പറ്റും? സാർ ആദ്യം നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ചെയ്തു. പിന്നെ കാരിയർ വേവിന്റെ എന്നിട്ട് മറ്റേ ഇത് മോഡുലേറ്റഡ് വേവിന്റെ രണ്ട് കൂട്ടിട്ട് ചെയ്തു. എന്ത് കൂട്ടിട്ട്? ഇക്വേഷൻ പറയണോ? അത് അവിടെ എന്താ ചെയ്തത്? എങ്ങനെയാണ് മോഡുലേറ്റഡ് വേവിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? അതായത് മോഡുലേറ്റഡ് വേവിന്റെ ഒരു ഇക്വേഷൻ രണ്ട് പാർട്ടാണ് ഉള്ളത്. വൺ പാർട്ട് ഈസ് ആക്ച്വലി അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ്, സെക്കൻഡ് പാർട്ട് ഈസ് അബൌട്ട് ദ ആംഗുലർ ഫ്രീക്വൻസി അല്ലേ? അപ്പോൾ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആയിരിക്കും? മോഡുലേറ്റഡ് സിഗ്നലിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഏത് വേവിന്റെ ആംഗുലർ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും? കാരിയർ വേവിന്റെ അല്ലേ? കാരിയർ വേവിന്റെ ആംഗുലർ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. അല്ലേ? അപ്പൊ അതേപോലെ പക്ഷെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നുണ്ട് അല്ലേ? എങ്ങനെയാ മാറുക? കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു?
ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഏതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ? മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആഡ് ചെയ്യുന്നു അല്ലേ? പിന്നെ ഏതാണ് വിഷ്ണുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മൾ ഞാൻ പറഞ്ഞ 2 പോയിന്റ് ഉണ്ട്. ആ ഇക്വേഷൻ നമ്മളിങ്ങനെ ചെയ്തു പോകുന്നതിൽ 2 പോയിന്റ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ? പിന്നെ സൈൻ എ സൈൻ ബി ഇക്വേഷൻ. സൈൻ എ സൈൻ ബിന്റെ ഇക്വേഷൻ എങ്ങനെ വരിക? 1/2 into a minus b. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്നത്തെ ക്ലാസ്സിൽ so then we have seen what is frequency spectrum also. So at the angular frequency omega c we were getting magnitude EC, but there is a lower frequency signal, that is omega c minus omega m, that is angular frequency of carrier wave minus angular frequency of modulating signal. At that time we were getting this amplitude. Similarly we have omega c plus omega m. At that time we were getting this amplitude. So this is a frequency spectrum, and wavelength bandwidth is the difference between upper band and lower band, difference between angular frequency in the upper band and lower band. So we have calculated that, we got 2 omega m. Okay, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. Frequency modulation. Okay, we have seen amplitude modulation, and so the definition is almost same. Okay, so in amplitude modulation we were changing the amplitude of carrier signal without changing the frequency. But in frequency modulation what we are doing is we are changing the frequency of carrier wave without changing amplitude. And how the frequency of carrier wave is varied? It is varied in accordance with the instantaneous amplitude of message signal. Okay, so frequency modulation is defined as the process by which frequency of carrier wave is varied. അതായത് carrier wave ന്റെ frequency ആണ് vary ചെയ്യുന്നത് in accordance with instantaneous amplitude of message signal. അല്ലേ? അതായത് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് എന്താണ് വേരി ചെയ്യുന്നത്? ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ വേവ് ആണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ മെസ്സേജ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡാണ് വേരി ചെയ്തതെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ മെസ്സേജ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനനുസരിച്ച് എന്താണ് വേരി ചെയ്യുന്നത്? ഫ്രീക്വൻസിയാണ് വേരി ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നലെ എഴുതിയ പോലെ എഴുതി നോക്കാം. നിഹാൽ പറഞ്ഞു തരും വാട്ട് ഈസ് ഇ എം ഇക്വേഷൻ. ഇ എം എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. എങ്ങനെ എഴുതുക? ഇ എം എന്ന് പറയുന്ന ഇക്വേഷൻ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇ എം ഈസ് ഈക്വൽ ടു em sin omega mt. ക്യാപിറ്റൽ ഇ എം സൈൻ ഒമേഗ എം ഡി. നീ തന്നെ പറ, എന്താണ് ഇ സി, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കാരിയർ വേവ്? ec ക്യാപിറ്റൽ sin omega sin omega ct. ഇനി ഓക്കെ, അത് കറക്റ്റാണ്. ഇനി ആദർശ് പറ, എന്താണ് ഈ എഫ് എം? ഞാൻ എഴുതിയാണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വാല്യൂ. ഇന്നലത്തെ ഡെറിവേഷന് നമ്മൾ ഇ എ എം എന്നാണ് എഴുതിയത്. സോ ദാറ്റ് ഈസ് ബിക്കോസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നൗ ഇറ്റ് ഈസ് ഫ്രീക്വൻസി മോഡുലേഷൻ. സോ ഐ ആം റൈറ്റിംഗ് ഇ എഫ് എം. സോ ഇ എഫ് എം ഈസ് ഈക്വൽ ടു പറ
ഫസ്റ്റ് എന്താ വരിക? ആദർശ് പ്രവീണില്ലേ? ഈ എഫ് എം സൈൻ ഒമേഗ ഓക്കെ, നീ അങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക. ആദ്യം ഇ എഫ് എം, ഈ ക്യാപിറ്റൽ ഇ എഫ് സൈൻ ഒമേഗ ഇല്ല, അങ്ങനെ എഴുതാൻ നമുക്ക് പറ്റൂല. ഞാൻ ആ സൈൻ ഫംഗ്ഷനിൽ കുറച്ച് കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ശരിക്കും ആംപ്ലിറ്റ്യൂഡ് എന്താ വരിക? ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താ വരിക? ഈസിയാ? സ്മോൾ ഈസിയാ? സ്മോൾ ഈസി ആണോ ക്യാപിറ്റൽ ഈസി ആണോ? ക്യാപിറ്റൽ ഈസി. കാരണം എന്താ? ആംപ്ലിറ്റ്യൂഡ് മാറുന്നില്ല അല്ലെ? കാരിയർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നില്ല. ഈ ഇക്വേഷനിൽ ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെയാണ് മോഡുലേഷൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വാല്യൂ അല്ലെ? അപ്പം അത് മാറുന്നില്ല. സോ ഈസി. ദെൻ ഐ എം റൈറ്റിംഗ് ഫങ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം. അതായത് ഇത് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. സോ ഈ ഒരു പോയിന്റ്, ഈ ഒരു നോട്ട്, ഈ ഒരു ഡെഫിനിഷൻ നിങ്ങളൊന്ന് എഴുതിയെടുക്കുമോ വേഗം? എന്നിട്ട് എഴുതിയെടുത്ത് പടം പറ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ. അതായത് ഇത്ര എഴുതുന്നു. ഫ്രീക്വൻസി മോഡുലേഷൻ is defined as a process by which frequency of the carrier wave is varied in accordance with instantaneous amplitude of message. സാറെ താഴത്തെ ഏതാണ്? വേണ്ട എഴുതി കഴിഞ്ഞു. എഴുതി സാർ. ഓക്കെ, ദെൻ ഓക്കെ, നമുക്ക് ഇതും കൂടി എഴുതിക്കോ. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഒരു സൈൻ ഫംഗ്ഷൻ ഉണ്ട്. സൈൻ ഓഫ് ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ ഇങ്ങനെയാണ്. നമുക്ക് ഫ്രീക്വൻസി മോഡുലേറ്റഡിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ വി ഹാവ് നോ കൺഫ്യൂഷൻ അബൌട്ട് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് frequency modulated wave because it is same as amplitude of carrier wave. And what about the angular frequency? Sine function of angular frequency depends on omega c and omega m. അങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നത്. അതായത് ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ആൻഡ് ഒമേഗ എം. ഒമേഗ എമ്മിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിനനുസരിച്ചാണ് ഇവിടുത്തെ ആംഗുലർ ഫ്രീക്വൻസി വേരി ആവുന്നത്. മനസ്സിലായോ അതെങ്ങനെയാണ് വന്നതെന്ന് അല്ലെ? ഒമേഗ എമ്മിന്റെ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചാണ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിന്റെ ആംഗുലർ ഫ്രീക്വൻസിയിൽ ഡിഫറൻസ് വരുന്നത്. സോ യു ക്യാൻ റൈറ്റ് ദിസ് എക്സ്പ്രഷൻ: ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഇ എഫ് എം ഈസ് ഈക്വൽ ടു ഇ സി സൈൻ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം.
എടുത്തു സാർ. Okay. Now look at this waveform. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. So this is your message signal as we have seen in the case of amplitude signal, and this is your carrier signal. Again, we know that the frequency of carrier signal is much higher than the frequency of message signal. And the amplitude here is what we have learned, EM, amplitude of peak value of modulating signal, and this is peak value of carrier signal. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തൊരു ആരും മൈക്ക് ഓൺ ആക്കിയ പോലെ തോന്നുന്നു. Okay, so now what happens if you look at the frequency modulated wave? You can see that it is not exactly the if you check the amplitude is exactly same as carrier signal. Carrier signal the amplitude ആയിട്ട് ഈക്വൽ ആണ് ഫ്രീക്വൻസി മോഡുലേറ്റഡ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഫ്രീക്വൻസി മോഡുലേഷൻ വഴി മെസ്സേജ് സിഗ്നലും കാരിയർ സിഗ്നലും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ ഉണ്ടാക്കിയത് അല്ലേ? അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ദ വേവ് ഫോം, ദ പീക്ക് വാല്യൂ ഓഫ് മോഡുലേറ്റഡ് വേവ് ആൻഡ് കാരിയർ സിഗ്നൽ ഈസ് സെയിം അല്ലേ? അത് ഒരേ ഷേപ്പിലാണ് ഇത് വരച്ചത്, ഒരേ ഹൈറ്റിലാണ് ഇത് വരച്ചത്. സോ ഇറ്റ് ഈസ് ബോത്ത് ആർ സെയിം അറ്റ് സെയിം ആംപ്ലിറ്റ്യൂഡ്. But if you look at the angular frequency, you can see that it is here at this region, the frequency is very less. And it should be much more higher during this region. And again, if you look at this one, the frequency is higher at this area and frequency is very low at this area. So there is a difference in frequency. That means it is there is a change in the frequency of carrier wave when we do frequency modulation with a message signal. ഇനിയും കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, if you look closely, you can see that when the message signal is at a positive half cycle and it is at the positive peak, the frequency of modulated wave is higher, and when the magnitude of message signal is at a negative peak, the frequency modulated signal is lower. അത് നിങ്ങൾക്ക് ആ ഡയഗ്രം കണ്ടാൽ മനസ്സിലാവും അല്ലേ? പോസിറ്റീവ് പീക്ക്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ പീക്ക് വാല്യൂ എത്തുമ്പോൾ എന്താണ്, മോഡുലേറ്റഡ് വേവിന്റെ ഫ്രീക്വൻസി കൂടുതലാണ്. നെഗറ്റീവ് പീക്ക്, മെസ്സേജ് സിഗ്നൽ നെഗറ്റീവ് പീക്ക് എത്തുമ്പോൾ മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി കുറവാണ്. ക്ലിയർ ആയോ? യെസ് സാർ. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് ഞാൻ പറയാൻ വന്നത്. ഈ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ ഈ എഫ് സ്മോൾ ലെറ്റർ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഈസ് ഈക്വൽ ടു, ഒരു ഡൗട്ടും ഇല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് ഈസി. ദെൻ ഒരു ഡൗട്ടും ഇല്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതൊരു സൈൻ വേവ് തന്നെയാണ്, സൈൻ വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രോപ്പറായ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റില്ല, ബിക്കോസ് ഇതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഫ്രീക്വൻസി കൂടുതലും വേറൊരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഫ്രീക്വൻസി വളരെ കുറവുമാണ്. സോ ഓൾ ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെസ്സേജ് സിഗ്നൽ. അതൊക്കെ ഏതിന് ഡിപ്പെൻഡ് ആയിട്ടാണുള്ളത്? മെസ്സേജ് സിഗ്നലിനെ ഡിപ്പെൻഡ് ആയിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നത്, സൈൻ ഓഫ് ഫങ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം. അതായത് ഒമേഗ സിക്കും ഒമേഗ എമ്മിനും അനുസരിച്ച് അത് മാറും. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ് സാർ. ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇൻ ഫ്രീക്വൻസി മോഡുലേഷൻ ദ ഫ്രീക്വൻസി ഓഫ് carrier wave is varied in accordance with instantaneous amplitude of modulating signal. ഓരോ സെന്റൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് ഈസ് വേരിയഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ്
മോഡുലേറ്റിംഗ് സിഗ്നൽ അങ്ങനെയാണ് ചെയ്തത്. സോ ഫൈനലി വി ഗോട്ട് ദിസ് ഇക്വേഷൻ. നൗ വി ഹാവ് ടു ഗോ ഫോർ എ ഡെറിവേഷൻ. ദിസ് ഡെറിവേഷൻ is very simple and that's why normally majority of time they have asked the derivation of amplitude modulation. അവർ കൂടുതലും നമുക്ക് ചോദിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്, പക്ഷേ ഫ്രീക്വൻസി മോഡുലേഷൻ ചോദിച്ചിട്ടുണ്ട്. Okay, now what we are doing is, before going to this sine function, before going to this sine function or this complete equation, we are going to see what is function of omega c comma omega r. You can see that it is written omega's function of omega c minus omega m is equal to integration of omega dt. So what they are doing is, instead of finding the frequency one by one, they are going to take sample of they are going to add all this instantaneous value, or they are going to add all this angular frequency value using integration. അതായത് എന്താണ് പറയുന്നത്, ഫ്രീക്വൻസിയിൽ വേരിയേഷൻ ഉണ്ട് അല്ലെ. ആ വേരിയേഷൻ കാണണമെങ്കിൽ അതിൽ കംപ്ലീറ്റ് കുറച്ച് നേരത്തെ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഒരു ഫ്രീക്വൻസിയാണ്, ഈ ഒരു കംപ്ലീറ്റ് പോർഷനിൽ വേറൊരു ഫ്രീക്വൻസിയാണ്, വീണ്ടും ഫ്രീക്വൻസി കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്യുന്നുണ്ട്. സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു സർട്ടൻ ടൈം പീരീഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇതിന്റെ ഏതാണ്ട് ആവറേജ് നമുക്ക് കിട്ടും. സോ ദേ ആർ ഗോയിങ് ടു ഡു ദാറ്റ്. എഫ് ഓഫ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഒമേഗ ടി. സോ ഓവർ എ ടൈം പീരീഡ് എന്താണ് ഒമേഗ എന്നുള്ളതാണ് ഇന്റഗ്രൽ. So what is omega? That is very important. Omega is equal to omega c plus delta omega sin omega mt. ഇത് എങ്ങനെയാ വന്നതെന്ന് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയി, അതായത് ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പായത് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈസ് പറയാൻ പറ്റുമോ? കരിയർ വേവില് ഫ്രീക്വൻസി സെയിം ചേഞ്ച് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോ മറ്റേ ഫ്രീക്വൻസി മോഡുലേഷനിൽ വരുമ്പോ ഫ്രീക്വൻസി ചേഞ്ച് വരൂല്ലേ? അതുകൊണ്ട് ഡെൽറ്റ വന്നു വരും. ഓക്കെ. അയാൾ പറയുന്നത് അത് ഞാൻ കുറച്ചും കൂടെ, നീ പറഞ്ഞത് ഏതാണ്ട് ഒരു 60% കറക്റ്റാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പോയിന്റ് ആഡ് ചെയ്യണം. അതായത് എപ്പോഴാണ് കരിയർ വേവിന്റെ ഫ്രീക്വൻസി കൂടേണ്ടത്, സോറി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി കൂടേണ്ടത്? സിഗ്നലിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ് കൂടേണ്ടത്. പോസിറ്റീവ് പീക്ക് എത്തുമ്പോഴാണ് മാക്സിമം ആവുന്നത് അല്ലേ? എപ്പോഴാണ് മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി കുറയേണ്ടത്? നെഗറ്റീവ്. ഓക്കെ. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൈൻ വാല്യൂ എടുക്കുമ്പോൾ സൈൻ 180 വരെ സൈൻ്റെ വാല്യൂ പോസിറ്റീവ് അല്ലേ? അല്ലേ? ഒരു സൈൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വേവ് ഫോം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 0 to 90 എത്തുമ്പോൾ മാക്സിമം ഫ്രം 90 to 180 is in the positive half cycle, and from sin 180 to 360 സൈൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? അപ്പൊ ആ ഇക്വേഷൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആംഗുലർ ഫ്രീക്വൻസി ഓഫ് കരിയർ വേവിന്റെ ആംഗുലർ ഫ്രീക്വൻസിന്റെ കൂടെ നമ്മൾ ഡെൽറ്റ ഒമേഗ എന്നുള്ളത് ഒരു ആംഗുലർ ഫ്രീക്വൻസി, ഒരു വാല്യൂ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ അത് 0 to 180 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി കൂടും അല്ലേ? 180 to 360 ആണെങ്കിൽ ഈ ഡെൽറ്റ ഒമേഗന്റെ വാല്യൂ നെഗറ്റീവ് ഡെൽറ്റ ഒമേഗയാവും. കാരണം സൈൻ 180 to 360 എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ് തരിക. അപ്പം എന്ത് സംഭവിക്കും? ഡെൽറ്റ ഒമേഗ, ഈ ഒരു ഇക്വേഷനിലെ ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്ന പോർഷൻ നെഗറ്റീവ് ആവും. അപ്പോൾ അതിനകത്ത് ഫ്രീക്വൻസി കുറയും. എപ്പോഴാണ് ഫ്രീക്വൻസി മാക്സിമം കുറയുക? ഓക്കെ. ഡെൽറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. നമുക്ക് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒമേഗ ഈസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു? ഒമേഗ സി
പ്ലസ് ഡെൽറ്റ ഒമേഗ സൈൻ ഒമേഗ എം ടി. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഇങ്ങനെയല്ലേ കിട്ടി നമുക്കല്ലേ? അയ്യോ എല്ലാവരും പോയാ? ഇവിടെ ആദ്യമൊന്നും ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ മനസ്സിലാവുന്നെങ്കിൽ നമ്മൾ എംടെക് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വന്നതാണ്. ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക്കും മനസ്സിലാവില്ല. പിന്നീട് നമ്മൾ മനസ്സിലാക്കി എടുക്കുക ചെയ്യും, നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കുക ചെയ്യും. പഠിക്കുന്നതിൽ ടീച്ചേഴ്സിൻ്റെ റോള് വളരെ കുറവാണ്. ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ജോലി. ബാക്കി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതും ഇത് പഠിക്കുക എന്നുള്ളതും നിങ്ങളെ പണിയാണ് അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും കേൾക്കില്ല, ഒരു മനസ്സിലാവില്ല. കാരണം പുതിയ ടേമാണ്, എല്ലാം പുതിയ കാര്യങ്ങളാണ്. ഓരോ ടേം വരുമ്പോൾ ഡൗട്ട് ചെയ്യും. നിങ്ങൾ വീണ്ടും നിങ്ങൾ വായിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോ പോയിന്റിൽ ഡൗട്ട് ചെയ്യും. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയുമ്പോൾ 50% നിങ്ങൾക്ക് മനസ്സിലാവും, ബാക്കി 50% മനസ്സിലാവില്ല. ചില കുട്ടികൾക്ക് 70% മനസ്സിലാവും, 30% മനസ്സിലാവില്ല. ചിലർക്ക് 30 മനസ്സിലാവും, 70 മനസ്സിലാവില്ല. അപ്പോൾ ഓരോരുത്തരും അവൻ ട്രൈ ചെയ്യുമ്പോൾ അവന് മനസ്സിലാവാത്ത 30% മാത്രം എൻ്റെ അടുത്ത് ചോദിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ അത് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് ഈ പഠിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് മുമ്പോട്ട് പോകുക. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കലില്ല. ക്ലാസ്സിൽ നിന്ന് കേൾക്കുന്നത് എന്താണോ അത് അതേപോലെ പഠിക്കാനാണ് നോക്കുന്നത് എക്സാമിൻ്റെ തലേദിവസം. അതാണ് നമുക്ക് പറ്റുന്ന വലിയൊരു കുഴപ്പം. ഓക്കെ, നമ്മൾ ടെൻഷൻ അടിക്കണ്ടേ ഇങ്ങനെ ടോപ്പിക്കുകളും വരുമ്പോൾ? എന്താണ് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി എടുക്കാൻ ട്രൈ ചെയ്യുക കുറേ ടൈം. ചിലപ്പോൾ 5 6 പ്രാവശ്യമൊക്കെ റീഡ് ചെയ്യുമ്പോഴായിരിക്കും കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പം ഒമേഗ എന്ന് പറയുന്നത്, അതായത് ഒമേഗ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഒമേഗയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇക്വേഷൻ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം ആണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു റിസൾട്ടിൽ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ ഉണ്ട്. ചില സമയത്ത് ഫ്രീക്വൻസി കൂടുതലാണ്, ചില സമയത്ത് ഫ്രീക്വൻസി കുറവാണ്, അങ്ങനെ കുറേ വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫംഗ്ഷൻ എഴുതാൻ കാരണം. സോ ദെൻ വി ഹാവ് റിട്ടേൺ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഇൻ്റഗ്രേഷൻ എടുത്താൽ കംപ്ലീറ്റ് ഒമേഗ, അതായത് ആ ടൈം ആക്സിസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ആംഗുലർ ഫ്രീക്വൻസി വേരി ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ഒമേഗ എന്നുള്ളത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ആദ്യം റെഫറൻസ് ആക്കിയിട്ട് കരിയർ സിഗ്നൽ എടുക്കും. കാരണം എന്താ? കരിയർ സിഗ്നലിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി, കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയിലാണ് വേരിയേഷൻ നടത്തുന്നത്, ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പം ആദ്യം റെഫറൻസ് ആക്കിയിട്ട് എന്ത് ചെയ്തു? ആംഗുലർ ഫ്രീക്വൻസി ഓഫ് കരിയർ സിഗ്നൽ എടുത്തു, ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗ, അതൊരു കോൺസ്റ്റന്റ് ആണ് ഒമേഗ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ആംഗുലർ ഫ്രീക്വൻസി, സൈൻ ഒമേഗ എം ടി. ഒമേഗ എം ടി എന്ന് പറയുമ്പോൾ വീണ്ടും മെസ്സേജ് സിഗ്നലായി അല്ലേ? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നൊരു വേർഡ് ഉണ്ട്. അതിൻ്റെ ആ ഇൻസ്റ്റന്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചാണ് എന്ത് മാറ്റേണ്ടത്? കരിയർ സിഗ്നൽ മാറ്റേണ്ടത്. സോ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സൈൻ ഇവിടെ 0 ആവുന്ന സമയത്ത്, ഈ മെസ്സേജ് സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0, ആ സമയത്ത് ഡെൽറ്റ ഒമേഗ 0 ആയിരിക്കും അല്ലെ? കരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്താണോ ഉള്ളത് അത് നമുക്ക് കിട്ടും. പിന്നെ സൈനിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം സൈൻ 30 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടി, സൈൻ 60 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടി, സൈൻ 90 എന്ന് പറയുമ്പോൾ 1 എത്തി അല്ലേ? അപ്പം കംപ്ലീറ്റ് ഡെൽറ്റ ഒമേഗ ഏതിൻ്റെ പേര് ആഡ് ചെയ്യും? ഒമേഗ സിന്റെ കൂടെ ആഡ് ചെയ്യും. അപ്പം എന്ത് ചെയ്തു? റിസൾട്ടന്റ് കിട്ടിയ വേവ് ഫോമിന്റെ ഫ്രീക്വൻസി ആഡ് ആയി. അപ്പോൾ പിന്നീട് അത് കുറഞ്ഞു വരും. അപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു വരും മോഡുലേറ്റഡ് സിഗ്നലിന്റെ. പിന്നീട് അത് 0 എത്തും. അപ്പം അതേ ഫ്രീക്വൻസി ആവും, കരിയർ സിഗ്നലിന്റെ അതേ ഫ്രീക്വൻസിയാണ് മോഡുലേറ്റഡ് സിഗ്നലിനുള്ളത്. പിന്നീട് അത് നെഗറ്റീവിലേക്ക് പോകും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്ത് സംഭവിക്കും? പ്ലസ് ഡെൽറ്റ ഒമേഗ എന്നുള്ളത് സൈനിന്റെ വാല്യൂ 180 ശേഷം, ആഫ്റ്റർ 180 to 360 the value of sin is negative. So what will happen is delta omega will become negative. ഡെൽറ്റ ഒമേഗ ഇൻറ്റു സൈൻ എന്ന് പറയുമ്പോൾ ഒരു ടേം കിട്ടും അല്ലെ? ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയി. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇറ്റ് ഈസ് ഒമേഗ സി മൈനസ് ഡെൽറ്റ ഒമേഗ. ഡെൽറ്റ ഒമേഗ അല്ല കറക്റ്റ് ആയിട്ട് വരിക, അതിനെ സൈനിന്റെ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അത് ഒരു വേരിയേഷൻ ഉണ്ടാവും എന്തായാലും അവിടെ സൈനിന്റെ വാല്യൂവിനനുസരിച്ച്. ബട്ട് ആക്ച്വൽ സംഭവിക്കുന്നത് എന്താണ്? ഒമേഗ സി നിന്ന് മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡെൽറ്റ ഒമേഗയുടെ ആ ടേം. മൈനസ് ചെയ്ത് ഇവിടെ എത്തും. സൈൻ
270 എത്തുമ്പം അതിന്റെ വാല്യൂ എന്താണ്? സൈൻ 270 is actually -1. So at this moment angular frequency is equal to omega c minus delta omega. ഇപ്പോഴാണ് ഫുൾ ഡെൽറ്റ ഒമേഗ വരുന്നത്. അതുവരെ ഒരു ഫ്രാക്ഷൻ മാത്രമേ വരൂ. 270 എത്തുമ്പോൾ മൈനസ് ഡെൽറ്റ ഒമേഗയാണ് വരുന്നത് അല്ലേ? അങ്ങനെയാണ് വേരിയേഷൻ വരുന്നത്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ കിട്ടിയത്. ക്ലിയർ ആയോ? പിന്നെ കൺഫ്യൂഷൻ ആയോ? പോയോ? എല്ലാരും പോയോ? ഇല്ല സാർ. മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? സാർ ഒന്നും കൂടി പറഞ്ഞല്ലോ. ഓക്കെ, ശരിക്കും ഏതാണ്ട് എന്തെങ്കിലും കത്തിയോ? കുറച്ച് കത്തിയോ? ചെറുതായിട്ട് ആയി. ഏത് പോർഷനാ? നീ ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ? നിനക്കെന്താ മനസ്സിലായെന്ന്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞതാ. ഫ്രീക്വൻസി വേരി ചെയ്യുന്നതിനനുസരിച്ച് പിന്നെ ആംഗുലർ ഫ്രീക്വൻസി വേരി ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഈ ഹലോ സാറേ. പറ. 360 വരുമ്പോ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞില്ലേ സാറ്? 360 വരുമ്പോ നെഗറ്റീവ് ആവും പറഞ്ഞു. ഡെൽറ്റ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. 360 അല്ലേ? 270 എന്നല്ലേ ഞാൻ പറഞ്ഞത്? 270. അപ്പോ സാറേ ഒമേഗ സി മൈനസ് അല്ലേ വരേണ്ടത്? ഒമേഗ സി മൈനസ് ഡെൽറ്റ ഒമേഗയാണ് വരേണ്ടത്. അപ്പം അവിടെ എങ്ങനെ പ്ലസ് വന്നത്? എവിടെ പ്ലസ് വന്നത്? ഇക്വേഷനിൽ പ്ലസ് ഒമേഗ സി പ്ലസ്. ഓക്കെ ഞാൻ പറഞ്ഞതാ. ആക്ച്വൽ ഇക്വേഷൻ, അതായത് ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗ സൈൻ ഒമേഗ എം ടി. ഇതല്ലേ നിങ്ങൾ ഇക്വേഷൻ അല്ലേ? ഇതില് ഈ ഒരു ടേമാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് ഇത് 0 to 180 സൈന് എടുത്തു കഴിഞ്ഞാൽ സൈനിന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവാണ് അല്ലേ? അപ്പം ഒമേഗ സിന്റെ കൂടെ ഡെൽറ്റ ഒമേഗ മൾട്ടിപ്ലൈഡ് വിത്ത് ദിസ് സൈൻ വാല്യൂ ആഡ് ചെയ്യും. ഡെൽറ്റ ഒമേഗനെ ഈ സൈനിന്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ഒമേഗ സിന്റെ കൂടെ ആഡ് ചെയ്യും. അതായത് ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് 180, 0 മുതൽ 180 വരെ അല്ലേ? ഇനി ഈ സൈന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ് അല്ലേ? 0 ഇങ്ങനെ 90-ലെത്തി, 180-ലെത്തി, 270-ലെത്തി, 360-ലെത്തി, വീണ്ടും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുന്നത്. അപ്പൊ 180 to 360 എന്ന് പറയുമ്പോൾ അത് സൈൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് മൈനസ് വാല്യൂ ആണ്, നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ? അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു പോർഷൻ കളറിൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും അല്ലേ? അപ്പം ഡെൽറ്റ ഒമേഗ ഇൻറ്റു ഒരു നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അപ്പം എന്തായി? ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വേഷൻ ഇപ്പൊ എങ്ങനെയായി? ഒമേഗ സി മൈനസ് ഡെൽറ്റ ഒമേഗ ഇൻറ്റു സൈൻ ഫംഗ്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഇക്വേഷൻ മാറി. കത്തിയിട്ടില്ല? കത്തിയാ? ഇല്ല സാർ. ഒന്നും കൂടെ പറഞ്ഞുതരോ? ഇയാളുടെ ഡൗട്ട് എന്താണ്? അതല്ല, അവിടെ എങ്ങനെ പ്ലസ് വന്നത്? എവിടെ? ഈ ഒരു ടേമിൽ ഇവിടെ പ്ലസ് വന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അതെ, അത് പ്ലസ് വന്നതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, നെഗറ്റീവ് എന്നല്ല പറയുന്നത് സാറ്. ഞാൻ എപ്പോഴും നെഗറ്റീവാന്ന് പറഞ്ഞില്ലല്ലോ. 0 to 180 അത് പോസിറ്റീവും 180 to 360 നെഗറ്റീവും ആകും. അപ്പൊ അത് ചേഞ്ച് വരും. ആ പോസിറ്റീവിന് പ്ലസിന് ചേഞ്ച് വരും അല്ലേ? ഇല്ല, പ്ലസ്സിൽ ചേഞ്ച് ചെയ്യുന്നില്ല. പ്ലസ് അതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഏതിന്റെ പൊളാരിറ്റി മാറുന്നത്? ഈ സൈൻ ഫംഗ്ഷനിലാണ് വാല്യൂ മാറുക. നീ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്ത് നോക്ക്. സൈൻ 90 എന്ന് പറയുന്നത് 1ഉം
സൈൻ 270 എന്ന് പറയുന്നത് -1 ആണ് അല്ലേ? അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഈ ഒരു ഇക്വേഷനിൽ സൈന് ഈ വേവ് ഫോം നോക്കുക. സൈൻ 0 to 180 അതിന്റെ വാല്യൂ പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്, ഈ സൈനും പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് തന്നെ വർക്ക് ചെയ്യും. രണ്ടാമത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെയുണ്ട്. അപ്പം ഇതിന് സൈനിന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ പോസിറ്റീവും ഈ സൈന് നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ എന്താ വരിക? നെഗറ്റീവാ വരിക. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇവിടം വരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെ? ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാ വന്നത് മനസ്സിലായി എല്ലാവർക്കും? ഇനി ഓക്കെ, നമുക്ക് അടുത്തത് കുറച്ച് ഇനി 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഡെറിവേഷൻ മുമ്പോട്ട് കൊണ്ടുപോയാൽ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം മനസ്സിലാക്കേണ്ടത് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? കാരിയർ വേവിന്റെ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ ഉണ്ടാവും അല്ലെ? എങ്ങനെയാണ്? ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇൻസ്റ്റന്റേനിയസ് മാക്സിമം ആവുമ്പോൾ മോഡുലേറ്റഡ് വേവിന്റെ ഫ്രീക്വൻസി കൂടി. മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് നെഗറ്റീവ് മാക്സിമം ആകുമ്പോൾ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിന്റെ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി കുറഞ്ഞു. അങ്ങനെയാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്. അപ്പം ഫ്രീക്വൻസി മോഡുലേഷന് വേറെ എന്താ പറയുക, ആംപ്ലിറ്റ്യൂഡിൽ ഡിഫറൻസ് വരുന്നില്ല. അത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ജസ്റ്റ് എനിക്കൊന്ന് അറ്റൻഡൻസ് എടുക്കാം. ഓക്കെ, അഭിനന്ദ് കെ. പ്രസന്റ് സർ. അഭിനന്ദ് MP. പ്രസന്റ് സർ. അഭിനന്ദ്, നിനക്ക് ഇന്നലെ എന്തെങ്കിലും പ്രൈസ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഏതാ? 8 മീറ്റർ സെക്കൻഡും 5000 മീറ്റർ തേർഡും. ഓക്കെ, ഇനി എന്താ അടുത്ത എന്താ പരിപാടി? അടുത്ത ഇനി ഫസ്റ്റിനെ പോവും സ്റ്റേറ്റില്. പോയാൻ പറ്റൂല. ആദർശ പ്രേമൻ. Present, sir. ആകാശ് ദിലീപ്. അലൻ KA. Present, sir. അമർനാഥ്. Present, sir. ആനന്ദ് VV. Present, sir. അർജുൻ M. Present, sir. കൃതിക്. Present, sir. കാളിദാസ്. പ്രസന്റ് സർ. മുഹമ്മദ് നവീദ്. Sir. മർസൂഖ് ആബ്സെന്റ് ആണല്ലേ? ഷെറിൻ. മുഹമ്മദ് ഷെറിൻ. Present, sir. സെയ്ൻ. മുഹമ്മദ് സെയ്ൻ ആബ്സെന്റ്. നിഹാൽ. Present, sir. രാകേഷ്. പ്രസന്റ് സർ. സാരംഗ്. Present, sir. സായുജ്. Present, sir. വിഷ്ണു കെ. പ്രസന്റ് സാർ. വിഷ്ണു സന്തോഷ്. പ്രസന്റ് സർ. ഓക്കെ, അടുത്ത ഡെറിവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതിന്റെ കംപ്ലീറ്റ് ഡെറിവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അവിടെ ഇത് കുറച്ചും കൂടെ ഒന്ന് ഉഷാറാക്കണം. കാരണം എന്ന് വെച്ചാൽ ഡെയിലി പഠിക്കാൻ തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് സെം എക്സാമിൻ്റെ ആ സമയത്ത് നല്ല മാർക്ക് വാങ്ങി പാസ്സാവാൻ പറ്റും കേട്ടോ. വീട്ടിലേക്ക് അത്ര എളുപ്പമൊന്നുമല്ല. കുറച്ച് എന്താ പറയുക, ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആവാൻ പറ്റൂ. ഡെയിലി കുറച്ച് പഠിക്കണം. ഏതെങ്കിലും സബ്ജക്റ്റ് കുറച്ച് നേരമെങ്കിലും നിങ്ങൾ പഠിക്കണം. എന്നാലേ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ എല്ലാം കൂട്ടി വെച്ച് അവസാനം